കേരളത്തിനറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരങ്ങൾ സംശുദ്ധമാണെന്ന്. ഞങ്ങൾ അതിൽ ഉറപ്പുള്ള ദൃഢതയുള്ള നിലപാടാണ് ഞങ്ങൾക്കുള്ളത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഷാനിയോട് ഞാൻ ഈ ചർച്ചയിൽ വീണ്ടും ഓർമ്മിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യം, തെറ്റായ കാര്യങ്ങൾ സിദ്ദിഖ് പറഞ്ഞാൽ നിങ്ങൾ യഥാസമയം ഇടപെട്ട് അതിനൊരു ക്ലാരിഫിക്കേഷൻ വരുത്തണം. ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ എം പി രാജേഷിനോട് ചോദിക്കുന്നത്, പി രാജീവിനോട് ചോദിക്കുന്നത്. താങ്കൾ കേട്ടിട്ടുണ്ടല്ലോ. അതിൽ ഒരു കാര്യം കൂടി പറയട്ടെ. ഇത്രയും നേരം താങ്കൾ പ്രസംഗിച്ചത് ഞങ്ങൾ എല്ലാവരും ക്ഷമയോടെ കേട്ടിരുന്നല്ലോ ശ്രീ ഷിജുഖാൻ. ഒരു വരി അങ്ങോട്ട് പറയുന്നത് കൂടി കേൾക്കൂ. അങ്ങനെ ഇടപെട്ടതിന്റെ കണക്ക് ഇത്ര സെക്കൻഡിൽ ഇത്ര തവണ ഇടപെട്ടു, ഇത്ര സെക്കൻഡിൽ ഇത്ര തവണ ഞങ്ങൾ സംസാരിക്കുന്നതിനെ തടസ്സപ്പെടുത്തിയെന്ന് ഇതേ CPM നേതാക്കൾ പ്രസിദ്ധപ്പെടുത്തിയതും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഈ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ ഇടപെട്ടതിനെ അതീവ ഗുരുതരമായ കുറ്റകൃത്യമായി ഇതാ ഈ സെക്കൻഡിൽ ചർച്ച തുടങ്ങി 16ാമത്തെ സെക്കൻഡിൽ ആദ്യത്തെ ഇടപെടൽ, 13ാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ ഇടപെടൽ, 18ാമത്തെ മിനിറ്റിൽ മൂന്നാമത്തെ ഇടപെടൽ എന്ന് പ്രസിദ്ധീകരിച്ചതും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ ഏതാണ് താങ്കൾ പറയുന്ന ശരിയായ രീതി? അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. അപ്പോൾ ഇടപെടാമോ? അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയുമ്പോൾ പലതവണ എനിക്ക് ഇടപെടാനുണ്ട്, താങ്കൾ സംസാരിച്ച് കഴിയാൻ കാത്തിരിക്കുകയാണ്. ഏതാണ് നല്ലത്? താങ്കളുടെ അഭിപ്രായം മാത്രം ചോദിക്കുകയാണ്. പാർട്ടിയുടെ അഭിപ്രായമല്ല, താങ്കളുടെ അഭിപ്രായം. അല്ല ഞാൻ പറയാം ഷാനി, ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്റെ പാർട്ടിയുടെ നിലപാട് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയും പറയുന്നതിന് വേണ്ടി. അങ്ങ് എന്റേത് പ്രസംഗമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ താങ്കളും നടത്തുന്നത് നിരന്തരമായ പ്രസംഗങ്ങളാണ്. പ്രസംഗവും നിലപാടും ഒക്കെ പറയാനാണ് ഇവിടെ വരുന്നത്. ഞാൻ പറഞ്ഞ കാര്യം എന്താ? ഞാൻ ഓർമ്മിക്കുന്നു, എത്രയോ ചർച്ചകളിൽ ന്യായയുക്തമായ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പോലും ഇടപെടുന്ന ഷാനി എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ജേർണലിസ്റ്റ്, ഒരു അവതാരക, ഗുരുതരമായ കള്ളം കോടതി ഉത്തരവെന്ന വ്യാജേന പറയാൻ സിദ്ദിഖ് ശ്രമിച്ചപ്പോൾ ഞാൻ താങ്കളോടുള്ള വിനയവും താങ്കളോടുള്ള സഹിഷ്ണുതയോടുകൂടി ഞാൻ ചോദിക്കുന്നത്, എന്റെ ചോദ്യം ഇതാണ്. താങ്കൾ അതെനിക്ക് ചൂണ്ടിക്കാട്ടേണ്ടി വരും. കാരണം അല്ലല്ല സിദ്ദിഖ്, എനിക്ക് ഞാൻ പറയട്ടെ ഷാനി, അതുകൊണ്ട് താങ്കൾ സത്യമായി പറയുക, വാർത്തകൾ തെറ്റായി ഉണ്ടാക്കാതിരിക്കുക. കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ പേരിൽ കള്ളവാർത്ത ഉണ്ടാക്കാതിരിക്കുക. അതാണ് ഞങ്ങൾ പറയുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സത്യവാർത്തയാണെന്ന് നിങ്ങൾ അംഗീകരിച്ചിരുന്നോ ശ്രീ ഷിജുഖാൻ? അല്ല, ഇതിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അത് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടറുടെ വിശ്വാസ്യത അടക്കമാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് ശ്രീ ഷിജുഖാൻ. നിങ്ങളുടെ പാർട്ടി പത്രത്തിന്റെ 1ാമത്തെ പേജിൽ നിങ്ങൾ പറഞ്ഞു അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അല്ല എന്ന്. ഇന്നും ഈ ചർച്ചയിൽ വന്ന് ശ്രീ ഷിജുഖാൻ അത് പറഞ്ഞാൽ അത് അംഗീകരിച്ചു തരാൻ ബുദ്ധിമുട്ടാണ് ശ്രീ ഷിജുഖാൻ. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അല്ല എന്ന് ദേശാഭിമാനി 1ാം പേജിൽ വാർത്ത കൊടുത്തല്ലോ. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? നിങ്ങൾ ആ വാർത്ത തിരുത്തിയോ? അതിനെ വ്യാജ വാർത്ത എന്നാണോ നിങ്ങൾ വിളിക്കുന്നത്? അതിനെ കള്ളവാർത്ത എന്നാണോ വിളിക്കേണ്ടത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അല്ല എന്ന് പറയുന്നത് പാർട്ടി മുഖപത്രമാണല്ലോ. സ്ഥിരീകരിക്കാൻ അല്പം പോലും സമയം വേണ്ടല്ലോ. വ്യക്തമായൊരു മറുപടി താങ്കൾ ഇന്ന് പ്രതീക്ഷിക്കുന്നു ശ്രീ ഷിജുഖാൻ. കളമശ്ശേരി മെഡിക്കൽ കോളേജ് അല്ല, തെറ്റിപ്പോയതാണ് എന്ന് മനോരമ ന്യൂസ് തിരുത്തൽ കൊടുത്തതാണ്. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണ് എന്ന് പറഞ്ഞപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അല്ല എന്ന് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ താങ്കൾ പ്രതിനിധീകരിക്കാൻ വന്ന പാർട്ടിയുടെ മുഖപത്രം 1ാം പേജിൽ വാർത്ത കൊടുത്തു. നിങ്ങൾ അത് തിരുത്തിയിട്ടുണ്ടോ? സത്യം എന്താണെന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? ഇനിയാണെങ്കിലും തിരുത്താൻ തയ്യാറാണോ? നിങ്ങൾ ഇപ്പോഴും അത് കളമശ്ശേരി മെഡിക്കൽ കോളേജ് വ്യാജ വാർത്ത എന്ന് ആക്ഷേപിക്കുന്നുണ്ടല്ലോ. സത്യം എന്താണെന്ന് പറയാൻ നിങ്ങൾ തയ്യാറാണോ? അല്ല ഷാനി, കോഴിക്കോട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശ്രീ ഷിജുഖാൻ, ഇത് ഈ ചർച്ചയിൽ താങ്കൾ കൊണ്ടുവന്നതാണ്. ഒരുപാട് തവണ ഈ കള്ളവാർത്ത, വ്യാജ വാർത്ത എന്ന് സത്യമായ ഒരു വാർത്തയെക്കുറിച്ച് നിങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. താങ്കൾ അതിന് വ്യക്തമായ ഒരു മറുപടി തരുമോ? അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണോ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അല്ല എന്ന് പാർട്ടി പത്രം റിപ്പോർട്ട് ചെയ്തതാണോ? അത് നിങ്ങൾ തിരുത്തുമോ? അല്ല ഷാനി, ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങള് സിദ്ദിഖിനോട് അല്ല ഇടപെടണം എന്ന് താങ്കൾ ആവശ്യപ്പെട്ടു. ഞാൻ ആ പ്രചോദനം ഉൾക്കൊള്ളുന്നു ശ്രീ ഷിജുഖാൻ. വസ്തുതാവിരുദ്ധമായ കാര്യം പറയുമ്പോൾ അപ്പോൾ ഇടപെടണം എന്ന് താങ്കൾ പറഞ്ഞു. താങ്കൾ പറഞ്ഞ് ഞാൻ ഉൾക്കൊള്ളുന്നു, അത് പ്രചോദനമായി സ്വീകരിക്കുന്നു. താങ്കൾ പറയൂ, അത് സത്യമാണോ? നേരിട്ടൊരു ഉത്തരം ദയവ് ചെയ്ത് ഇതിൽ നിന്ന് സ്കിപ്പ് ചെയ്യരുത്. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആയിരുന്നോ? അത് വ്യാജ വാർത്തയായിരുന്നോ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആയിരുന്നോ? അല്ല ഷാനി, ഇങ്ങനെ ദയവ് ചെയ്ത് അല്ലല്ല, താങ്കൾ സംയമനം പാലിക്കൂ. താങ്കൾ നമ്മൾ വളരെ സൗഹൃദപൂർവ്വം സംസാരിക്കും. സൗഹൃദത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എനിക്ക് വ്യാജമാണ് എന്ന് ഉറപ്പുള്ള ഒരു വാദം താങ്കൾ ഉന്നയിക്കുന്നു. ഞാൻ ഇടപെടുമ്പോൾ താങ്കൾ എന്നോട് പറയുന്നു പ്രകോപനം വരുതരുതെന്ന്. പറയൂ, ഈ ചോദ്യത്തിന് നേരിട്ട് മറുപടി പറയൂ.
അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആയിരുന്നോ? മനോരമ ന്യൂസ് കൊടുത്തത് തിരുത്തൽ കൊടുത്തത് തെറ്റാണ് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, സത്യമാണോ? ഷാനിയുടെ ചാനൽ നടത്തിയ വാർത്താവിന്യാസത്തിലെ കള്ളങ്ങളെക്കുറിച്ച് നമുക്കൊരു ചർച്ച ചെയ്യാം. നിങ്ങളുടെ ചാനൽ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ വാർത്തകൾ കൊടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. തീർച്ചയായും. ആദ്യം ഇപ്പോൾ ഈ ചർച്ചയിൽ താങ്കൾ ഉന്നയിച്ച കാര്യത്തിന് മറുപടി പറയൂ. അത് മറുപടി പറയാതെ താങ്കൾ പോകരുതെന്നൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം കേൾക്കുന്ന ആളുകൾ തെറ്റിദ്ധരിക്കുമല്ലോ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണോ? അപ്പൊ നിങ്ങൾ ഉണ്ടാക്കിയ വാർത്തയെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഇപ്പോഴും നിങ്ങൾ ഉണ്ടാക്കിയ ഒരു വാർത്തയെക്കുറിച്ച് നിങ്ങൾക്ക് പോലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണ് എന്നാണ് നിങ്ങളുടെ പാർട്ടി പത്രമാണ് അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അല്ല എന്ന് പിറ്റേന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ശ്രീ ഷിജു ഖാനും അത് ആരോപിക്കുന്നു, ആവർത്തിക്കുന്നു. മറുപടി വേണം. ശ്രീ ഷിജു ഖാൻ മറുപടി പറയൂ താങ്കൾ ദയവായി. ഞാൻ കാത്തിരിക്കുന്നു. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണോ? അല്ല, ഇതെന്തൊരു ജനാധിപത്യമാണ് ഷാനി? ഇത് ഞാൻ വന്നിരിക്കുന്ന CPM-ന്റെ അഭിപ്രായം പറയാൻ വന്നിരിക്കുമ്പോ നിങ്ങളുടെ പൊള്ളയായ വാർത്തകൾ, ആ വാർത്തകളിലെ തെറ്റുകൾ അത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ അംഗീകരിക്കാറുണ്ടല്ലോ. മുൻഭാഗം കാണിച്ചു. ശ്രീ ഷിജു ഖാൻ, അങ്ങനെയൊന്നും പറയാനാകില്ല. ശ്രീ ഷിജു ഖാൻ, അത് താങ്കൾ പറയുന്നത് മൂന്ന് കേന്ദ്രങ്ങളിലുള്ള, ഞാൻ വിശദീകരിക്കട്ടെ. താങ്കൾ അങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പോകുന്നത് നമുക്ക് അനുവദിക്കാൻ കഴിയില്ലല്ലോ. തെറ്റു പറ്റുന്നതിനെ തെറ്റാണ് എന്ന് അംഗീകരിക്കാനും അത് തിരുത്താനും ഒരു മടിയും കാണിക്കാറില്ല. താങ്കൾ ഇപ്പോൾ പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ദൃശ്യങ്ങൾ അതിന്റെ കൂട്ടത്തിൽ കാണിച്ചു എന്നാണ്. ശ്രീ ഷിജു ഖാൻ, ഞാൻ മറുപടി പറയട്ടെ. താങ്കൾ മറുപടിക്ക് വേണ്ടിയല്ലേ സംസാരിക്കുന്നത്? താങ്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മറുപടിക്ക് വേണ്ടിയല്ലേ? എനിക്ക് മറുപടി പറയാൻ അവസരം തരാതെ എനിക്കും വേണ്ടേ? എന്നോട് ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഉത്തരം എനിക്ക് വേണ്ടേ? നിങ്ങൾ ഈ സംവാദത്തിൽ നിന്ന് ആരാണ് രക്ഷപ്പെടുന്നത്? എനിക്ക് ഒരു വാക്കുപോലും നിങ്ങൾ മറുപടി പറയാൻ അവസരം തരാതെ ആരാണ് രക്ഷപ്പെടുന്നത് എന്ന് നമുക്കറിയാമല്ലോ. ശ്രീ ഷിജു ഖാൻ, താങ്കൾ പറയൂ, ദയവായി പറയൂ. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണോ? ദുരവസ്ഥ ആകാൻ പാടില്ല. അതെ, ഞാൻ പറയട്ടെ. ആ വീഡിയോ അതാണ് ഞാൻ. ഷാനി, ഇതെന്തൊരു കഷ്ടമാണിത്. നിങ്ങൾ പഠിച്ച ജേർണലിസം പോലെ തിയറിറ്റിക്കലി ജേർണലിസം പഠിച്ച ആളാണ് ഞാൻ പറയട്ടെ. ആ വീഡിയോയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുൻഭാഗം കാണിച്ചു. എന്നിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ദൃശ്യമാണെന്ന് വാർത്ത നൽകി. വിവാദമായപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണെന്ന് തിരുത്തി. നിരന്തരം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിനെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. മെഡിക്കൽ കോളേജ് ആണെന്ന് വാർത്ത തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണെന്ന് മനോരമ ന്യൂസ് റിപ്പോർട്ട് ചെയ്ത ശ്രീ ഷിജു ഖാൻ, ഞാൻ ഇപ്പോഴും ഉത്തരവാദിത്തത്തോടെ ആവർത്തിച്ചു പറയുന്നു. ശ്രീ ഷിജു ഖാൻ, താങ്കൾ മനോരമ ന്യൂസിനെ കുറിച്ച് പറയുന്ന അഭിപ്രായങ്ങൾക്കാണ് ഞാൻ വസ്തുതാപരമായ വിശദീകരണം നൽകുന്നത്. ഇത് ജനാധിപത്യ വിരുദ്ധത തന്നെയാണ്. കാരണം താങ്കൾ ഈ ചാനലിനെ കുറിച്ച് ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതിൽ തെറ്റുപറ്റിയതുണ്ടെങ്കിൽ തിരുത്താം എന്നേ ഞാൻ പറയുള്ളൂ. ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ തെറ്റ് എന്ന് താങ്കൾ ഇപ്പോൾ പറയുന്നത് വസ്തുതാവിരുദ്ധമായ ഒരു കാര്യമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണ് അത് എന്ന് മനോരമ ന്യൂസ് തിരുത്തിയപ്പോൾ അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജും അല്ല എന്ന് നിങ്ങളുടെ പാർട്ടി പത്രം ഒന്നാമത്തെ പേജിൽ വാർത്ത കൊടുത്തതാണ്. അതാണ് ഇപ്പോഴും താങ്കൾ വന്ന് ആവർത്തിക്കുന്നത്. ഞാൻ താങ്കളോട് ചോദിക്കുന്നു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ദൃശ്യങ്ങളാണ് അന്ന് മനോരമ ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ ഞാൻ പറയുന്നു. നിങ്ങൾ തിരുത്തുമോ? പാർട്ടി തിരുത്തുമോ? പാർട്ടി മുഖപത്രത്തിൽ തിരുത്തു കൊടുക്കുമോ? നിങ്ങൾ ജേർണലിസം ആണല്ലോ പഠിപ്പിക്കുന്നത്. തിരുത്തു കൊടുക്കുമോ? അല്ല, ഇത് എന്നെ സംസാരിക്കാൻ നിരന്തരം അനുവദിക്കാതിരിക്കലും അതിലൂടെ താങ്കൾ ഒരു മിടുക്കിയാണെന്ന് പ്രകടിപ്പിക്കുകയും ചെയ്യരുത്. ഞാൻ എനിക്ക് നമ്മൾ വളരെ സൗഹൃദാന്തരീക്ഷത്തിൽ തുടങ്ങിയ ചർച്ചയാണ്. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. താങ്കൾ വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കണം. ഞാൻ താങ്കളെ കുറിച്ച് വ്യക്തിപരമായി ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, നിങ്ങളത് തിരുത്തിയോ? ഞങ്ങൾ തിരുത്തിയല്ലോ. ഞങ്ങൾ തിരുത്തു കൊടുത്തു. ആ തിരുത്ത് തെറ്റാണെന്ന് നിങ്ങൾ വാർത്ത കൊടുത്തു. നിങ്ങൾ അത് തിരുത്തിയോ? നിങ്ങൾ തിരുത്തുമോ? ഇപ്പോൾ പറഞ്ഞാലും മതി. തിരുത്തുമോ? അല്ല, ഞാൻ പറഞ്ഞത് മനോരമ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന വാർത്ത, ആ വാർത്താ വിന്യാസം, അതിലെ കള്ളത്തരങ്ങൾ, അതിൽ കള്ളത്തരങ്ങൾ എന്ന് നിങ്ങൾ കള്ളപ്രചാരണം നടത്തുന്നതിനെ കുറിച്ച് കൂടുതൽ പറയാനുണ്ട് ശ്രീ ഷിജു ഖാൻ. പക്ഷേ പ്രശ്നം എന്നും ഇത് തന്നെ ആവർത്തിച്ച് യഥാർത്ഥ ചർച്ചയിൽ നിന്ന് രക്ഷപ്പെടേണ്ട ആവശ്യം എന്താണ്, അതിന്റെ കാര്യം എന്താണെന്നൊരു ചോദ്യം കൂടിയുണ്ട്. കാരണം ശ്രീ സിദ്ദിഖ് നേരത്തെ ചർച്ചയിൽ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് കൂടി വെച്ചു. അത് ലൈഫ് മിഷന്റെ ധാരണാപത്രം MOU എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ്. അതിലേക്ക് നമുക്ക് ചർച്ച തിരിച്ചു വരേണ്ടതുണ്ട്. തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ ഇതല്ല ശരിയായ വാദം, ഇതല്ല യഥാർത്ഥത്തിൽ നടക്കേണ്ടത്.